ഇത് കടയാണോ? അല്ല, അമ്പല. ഞാനവിടുത്തെ പ്രതിഷ്ഠ. ചേട്ടൻ ഇപ്പൊ ഈ സംസാരിക്കുന്നത് വളരെ ശ്രദ്ധയോടും യാതൊരുവിധ നമ്മളെ വിവാദങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞാൻ പേഴ്സണൽ ആയിട്ടുള്ളൊരു നിങ്ങളെ പോലുള്ള സോഷ്യൽ മീഡിയ സഹപ്രവർത്തകരോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. കലാകാരന്മാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, എന്താ ഇവരെല്ലാം കലാകാരന്മാരെല്ലാം ഒന്ന് ക്ലച്ച് പിടിച്ച് ഒന്നുമില്ലായ്മ എന്നാ വന്നായിരിക്കും മിക്ക ഭൂരിപക്ഷം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിനകത്ത് ബോഡി ഷെയ്മിങ്ങോ ഒരാളെ വ്യക്തിപരമായിട്ട് ദ്രോഹിക്കുകയോ ഒന്നുമല്ല. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. അങ്ങനെ വലിയ ചർച്ചയാക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഈ ഇതൊരു ചർച്ച ആവാൻ വേണ്ടിയിട്ട് പറയുന്നല്ലേ. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയാം. ഈ ഒരു സദസ്സിലിരിക്കുമ്പോ അത് പറഞ്ഞില്ലെങ്കിൽ, ചേട്ടാ പറഞ്ഞപ്പോ അത് പറഞ്ഞില്ലെങ്കിൽ അത് എനിക്കൊരു മനസാക്ഷി കുത്താണെന്നുള്ളതുകൊണ്ട് മാത്രം സംസാരിക്കുന്നതാണ്. അപ്പം ബിൻചേട്ടൻ പറഞ്ഞു ഇതൊരു തമാശയാണ്, ഒരുപാട് കലാകാരന്മാര് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഞാന് എന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതല്, എനിക്ക് ഓർമ്മ വെച്ച നാള് മുതല് എന്റെ നിറത്തിനെയും ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഞാൻ എന്തിനാ ഈശ്വര ഇങ്ങനെ തെറ്റിദ്ധരിക്കണേ? എന്റെ വണ്ണത്തിനെയും അത്ഭുതത്തോടുകൂടിയും കളിയാക്കിയും ചിരിച്ചും എന്താണ് കഴിക്കുന്നതെന്ന് ചോദിച്ചും ഒക്കെ ഒരുപാട് പേര് തമാശകള് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറ്റിയടാ? ഏയ്, ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും ഇതൊന്നും ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എന്റെ ചുറ്റുമുള്ളവർ ചിരിക്കുമ്പോഴും ഞാൻ ചിരിച്ചു കാണിക്കുമ്പോഴും ഉള്ളിൽ ഞാൻ ചിരിച്ചിട്ടില്ല. എനിക്കത് നോക്കി ചിരിക്കാൻ പറ്റിയിട്ടില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. കാരണം ഞാൻ എന്തോ കുറഞ്ഞ ഒരു വസ്തുവാണ് എന്നുള്ള ഒരു ചിന്താഗതി എന്നിലേക്ക് അന്ന് മുതലേ ഇൻജക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ല. ഇനിയുള്ള തലമുറയെങ്കിലും നിറത്തിന്റെ പേരിലും വണ്ണത്തിന്റെ പേരിലും അവരുടെ ബോഡിയുടെ ശരീരഭാഗങ്ങളുടെ പേരില് നാണം കെടാതെ ജീവിക്കണം, കോൺഫിഡന്റ് ആയിട്ട് ജീവിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു കലാകാരിയാണ് ഞാൻ. 100% ഞാൻ യോജിക്കുന്നു. ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ കലാകാരന്മാര് എവിടെ ചെന്ന് നിൽക്കുമ്പോഴും കാണിക്കണം എന്ന് എനിക്ക് ശക്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. അത് ചിലപ്പോ നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ആ ഒരു തമാശക്കാണെങ്കിൽ കൂടി ആ തമാശ അവിടെ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കുക എന്നുള്ളതാണ് അത്തരം ആളുകളോട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാന്യത. ഇത് എല്ലാരും വിളിച്ചു.